നമുക്ക് അള്ളാനെ പേടിയുണ്ടോ? നമ്മളിൽ ആർക്കാ അള്ളാനെ പേടിയല്ലേ? നമ്മളിൽ ആർക്കാ സഹോദരൻ അള്ളാഹുവിനെ ഭയമുള്ളത്? അള്ളാഹിനെ കുറിച്ച് എന്തറിവാ നമുക്കുള്ളത്? നമ്മളിങ്ങനെ ചുമ്മാതെ വരുന്നു, രാവിലെയും വൈകിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. അള്ളാഹിനെ കുറിച്ച് എന്തറിവ്? അള്ളാഹിനെ കുറിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? നമുക്ക് പേടി വേറെ വല്ലവനെ, അവനെ പേടി, ഇവനെ പേടി, ആ രാഷ്ട്രീയക്കാരനെ പേടി, ഇവനെ പേടി. നമ്മുടെ പേടിയതാ എന്തൊരു പേടിയായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇലക്ഷനൊക്കെ വന്നപ്പോൾ നമ്മൾ ദിക്റും ദുആയിലും പടച്ചവൻ അല്ലാ എന്താകും, അല്ലാ തീർന്നു, അല്ല എല്ലാം തീർന്നു, അല്ല ഏക സിവിൽ കോഡ് വരുന്നു, പൗരത്വ ബില്ല് വരുന്നു, വാരിക്കെട്ടി പോണം. ഇതാ ചിന്ത. പള്ളികളിലൊക്കെ ദുആ, ഉസ്താദന്മാരുടെ പ്രത്യേക ദുആ. ഉസ്താദ് ദുആ ചെയ്യണം കേട്ടോ. ഉസ്താദന്മാരോട് പറയാ, ഇലക്ഷൻ വരുന്നു, ഇന്ത്യയുടെ കാര്യം വളരെ പരിതാപര, ദുആ ചെയ്യണം. സ്വർഗം കിട്ടാൻ വേണ്ടി ഇത്ര ദുആ ചെയ്തില്ലല്ലോ. എടാ, നല്ല ഈമാനുള്ള മരണം കിട്ടാൻ ദുആ ചെയ്ത ഇങ്ങനെ ഇല്ല. നമ്മുടെ ഭയം നമുക്കെല്ലാം വല്ലാത്ത പേടിയായിരുന്നു സഹോദര. പേടി, വാരിക്കെട്ടി പോകേണ്ടി വരുമോ എന്നുള്ള പേടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നമ്മുടെ പേടി അതായി പോയി. കഴിഞ്ഞ റമളാൻ മൊത്തം അങ്ങനെ പേടിച്ച് തീർന്നു. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ്. പിന്നെ കുറച്ചാരം കഴിഞ്ഞപ്പോ പെട്ടി പൊട്ടിക്കുമ്പോ ആര് പൊട്ടും. ഈ ഒരു ചിന്തയായിരുന്നു നമുക്ക്. 400 കിട്ടുമോ, 500 കൊണ്ടുപോകുമോ, അതോ അടങ്കരോടെ പോ. ഇതായിരുന്നു നമ്മുടെ പേടി. എന്റെ പൊന്നാര സഹോദര, അല്ല നിന്റെ ഹൃദയത്തിനകത്തേക്ക് കേറിയ നിന്റെ പേടി മാറിയില്ലേ? എന്ത് പേടി? ആർക്കെന്ത് പേടി? ജനിച്ചപ്പോഴേ ബാങ്കു ഇക്കാമത്തും കൊടുത്ത നിനക്കെന്നാ പേടിക്കാനാ? നമ്മുടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ നിന്റെ മരണം അല്ല നിശ്ചയിച്ചതല്ലേ? അത് തട്ടിമാറ്റാൻ ഏത് ശക്തിക്കാ കഴിയുക? എന്ത് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ കൂടെ അല്ല ഉണ്ടെന്നുള്ള വിശ്വാസമൊന്നും നമുക്കില്ല.